2023 NMSC മാറ്റിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഷോർട്ട് കട്ടിലൂടെ ആൻസർ ചെയ്യുന്നത്. കോഡിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം D=4 DAL=17 ആണെങ്കിൽ DIET എത്രയെന്നുള്ളതാണ്. D=4 നമുക്കറിയാം, 4 ഡിയുടെ ലെറ്ററാണ്. D 4 വരും, A 1, L 12. അപ്പോൾ നമുക്ക് 12ഉം 1ഉം 13, 4ഉം 17 സമ്മ് വരുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ D നമുക്കറിയാം D 4, I എന്ന് പറയുന്നത് 9, E എന്ന് പറയുന്നത് 5, T എന്ന് പറയുന്നത് 20. അപ്പോൾ സമ്മ് ചെയ്യുമ്പോൾ 20ഉം 5 25, 25 9 38 വരും. അപ്പോൾ നമ്മളുടെ ആൻസർ 38. നമുക്കിവിടെ ഓപ്ഷനിൽ 38 ഇല്ല, തർപ്പോൾ ഇത് ആൻസർ ഇല്ല എന്ന് പറയാം. അടുത്ത ചോദ്യം, ലവ് എന്നത് JMTC എന്ന് കോഡ് ചെയ്തിരിക്കുന്നു. ഇതേ കോഡിൽ കൈൻഡ് എന്ന് എങ്ങനെ കോഡ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ലവിൻ്റെ ലെറ്റർ നമുക്ക് നോക്കാം. ലവ് എന്ന് പറയുമ്പോൾ 12ാമത്തെ ലെറ്ററാണ് L, O 15ാമത്തെ ലെറ്ററാണ്, V എന്ന് പറയുന്നത് 22ാമത്തെ ലെറ്ററാണ്, E എന്ന് പറയുന്നത് 5ാമത്തെ ലെറ്ററാണ്. ഇവിടെ മാപ്പ് ചെയ്തിരിക്കുന്നത് Jയിലേക്കാണ്. J എന്ന് പറയുമ്പോൾ 10ാമത്തെ ലെറ്ററാണ്. M എന്ന് പറയുമ്പോൾ 13ാമത്തെ ലെറ്ററാണ്. അപ്പോൾ നമ്പർ 2 കമ്മിയായി വരികയാണ്. 12, 10, 15, 13. സ്വാഭാവികമായിട്ടും നമുക്ക് ഈ നമ്പറിൻ്റെ 2 കമ്മിയായിട്ട് എടുത്താൽ മതി. K 11ാമത്തെ ലെറ്ററാണ്, അതുകൊണ്ട് 9ാമത്തെ ലെറ്റർ എടുക്കണം. I 9, അതുകൊണ്ട് 7 7ാമത്തെ ലെറ്റർ എടുക്കണം. N 14, 14 ആയതുകൊണ്ട് നമ്മൾ 12ാമത്തെ ലെറ്റർ എടുക്കണം. D 5, A B C D 4ാമത്തെ ലെറ്ററാണ്. 4ാമത്തെ ലെറ്റർ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2ാമത്തെ ലെറ്റർ എടുക്കണം. അപ്പോൾ 9 എന്ന് പറയുമ്പോൾ G ആണ്, 9 എന്ന് പറയുമ്പോൾ I ആണ്. 7 എന്ന് പറയുമ്പോൾ G ആണ്. 12 എന്ന് പറയുമ്പോൾ L വരും. ആൻഡ് 2 എന്ന് പറയുമ്പോൾ B വരും. IGLB എന്നുള്ള ആൻസർ സെലക്ട് ചെയ്യുക. IGLB എന്നുള്ള ആൻസർ സെലക്ട് ചെയ്യുക. A 1ഉം ANT 1, 14, 20 ആണ് എങ്കിൽ ADMI എത്രയാണെന്നുള്ളതാണ്. ഇത് നമ്പറാണ്. എയുടെ നമ്പർ 1, എയുടെ നമ്പർ 1, കെനിൻ്റെ നമ്പർ 14, ടീൻ്റെ നമ്പർ 20. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നമ്പറും ഇതേ ഫോമിലാണ്. എയുടെ നമ്പർ 1, ഡിയുടെ നമ്പർ 4 ആൻഡ് എമ്മിൻ്റെ നമ്പർ 13. 1, 4, 13 വരുന്ന 2 ചോയ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഐയുടെ ചോയ്സിൽ നോക്കണം. ഐയുടെ ചോയ്സ് 9 ആണ്. 9 ആകുമ്പോൾ 14139 എന്നുള്ള ആൻസറിലേക്കാണ് നമ്മൾ പോവുക. അടുത്തത്, ഡൽഹി എന്ന ഇതിനെ കോഡ് ചെയ്തിരിക്കുന്നത് EFMIJ എന്ന് കോഡ് ചെയ്തിരിക്കുന്നു എങ്കിൽ ഇതേ രീതിയിൽ സിംലയെ കോഡ് ചെയ്തത് എന്ത് എന്നാണ് ചോദ്യം. ഡൽഹിയിൽ ഡിയുടെ നമ്പർ നമുക്കറിയാം. ഡിയുടെ നമ്പർ 4, ഇയുടെ നമ്പർ 5, ഇയുടെ നമ്പർ 5, എഫിൻ്റെ നമ്പർ 6. L M നെക്സ്റ്റ് നമ്പറിലേക്കാണ് ചോസ് ചെയ്തിരിക്കുന്നത്. H നെക്സ്റ്റ് നമ്പറിലേക്കാണ് ചോസ് ചെയ്തിരിക്കുന്നത്. I നെക്സ്റ്റ് നമ്പറിലേക്കാണ് ചോസ് ചെയ്യുന്നത്. കറക്റ്റ് അടുത്ത നമ്പറിലേക്കാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് എളുപ്പമുള്ളതാണ്. സിംല എന്നുള്ളത് നെക്സ്റ്റ് നമ്പറിലേക്ക് കോഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. TEJNMBയിലേക്കാണ് ചോസ് ചെയ്തിരിക്കുന്നത് മനസ്സിലാവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. റിലേഷൻ ക്വസ്റ്റ്യൻ ആണ്. ചുവടെ വിവരങ്ങളനുസരിച്ച് തന്നിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക എന്നുള്ളതാണ്. P + Q എന്നാൽ P ആണ് Qവിൻ്റെ മകൾ. P × Q എന്നാൽ P ആണ് Qവിൻ്റെ മകൻ. P - Q എന്നാൽ P ആണ് Qവിൻ്റെ ഭാര്യ. ഈ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് A × B - C എന്നിവയിൽ തന്നിട്ടുള്ളതിൽ ചുവടെ കൊടുത്തത് ശരി ഏത് എന്നാണ് ചോദ്യം. A × B എന്നുള്ള റിലേഷൻ നമുക്കിവിടെ നോക്കാം. P × Q എന്നാൽ P ആണ് Qവിൻ്റെ മകൻ. അതായത് P എന്തായി മാറി? മകനായി മാറി. അപ്പോൾ ഇവിടെ ഈ A എന്ന് പറയുന്നത് എന്തായി മാറി? A മകനായി മാറി. ഇത് അച്ഛനോ അമ്മയോ ആകാനുള്ള ചാൻസ് ഉണ്ട്. P - Q ഈ റിലേഷൻ നോക്കുക. P - Q എന്നാൽ P ആണ് Qവിൻ്റെ ഭാര്യ. അതായത് ഇത് മകനാണ്, ഇതിൻ്റെ മകനാണിത്. ഇത് ആരുടെ ആയിട്ട് മാറി? ഇത് ഇയാളുടെ ഭാര്യയായിട്ട് മാറി. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന റിലേഷൻ എന്ന് പറയുന്നത് ഇത് മകനാണ്, ഇത് ഇയാളുടെ ഭാര്യയാണ്, ഇത് അച്ഛനാണ്. അപ്പോൾ ഇത് അച്ഛൻ, ഇത് അമ്മ, ഇതെന്തായി മാറി? മകനായി മാറി. അവിടെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് C ആണ് എയുടെ അച്ഛൻ എന്നുള്ള ഓപ്ഷനാണ് കറക്റ്റ്. C ആണ് എയുടെ അച്ഛൻ. T - S × B - M എന്ന് തന്നിട്ടുള്ളത് എങ്കിൽ ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ശരിയല്ലാത്തതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2 റിലേഷൻ വരുന്നത് T - S ഉം B - M ഉം ആണ്.
അപ്പോൾ മൈനസിൻ്റെ റിലേഷൻ ചെക്ക് ചെയ്യുക. മൈനസ് റിലേഷൻ പി മൈനസ് ക്യൂ എന്ന് പറഞ്ഞാൽ പി ആണ് ക്യൂവിൻ്റെ ഭാര്യ എന്നുള്ളതാണ്. അപ്പോൾ ടി എസിൻ്റെ ഭാര്യയാണ്, ബി എമ്മിൻ്റെ ഭാര്യയാണ്, ടി എസിൻ്റെ ഭാര്യയാണ്. അപ്പോൾ ടി ആണ് എസിൻ്റെ ഭാര്യ, അപ്പോൾ ഇത് ശരിയാണ്. ബി മൈനസ് എം എന്ന് പറയുമ്പോൾ ബി എമ്മിൻ്റെ ഭാര്യയാണ്, എം ആണ് ബിയുടെ ഭർത്താവ്, അപ്പോൾ ഇതും ശരിയാണ്. എം ആണ് ബിയുടെ ഭർത്താവ്. അപ്പോൾ ബി എന്നുള്ളത് എന്തായി മാറി? ഭാര്യയാണ്. ഇത് എസ് ഇൻറ്റു ബി ചെക്ക് ചെയ്യണം. എസ് ഇൻറ്റു ബി ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം പി ഇൻറ്റു ക്യൂവിൽ പി ആണ് ക്യൂവിൻ്റെ മകൻ. അപ്പോൾ എസ് ഇൻറ്റു ബിയിൽ എസിൻ്റെ അമ്മയായി ബി, എസിൻ്റെ ബി ആണ് എസിൻ്റെ അമ്മ. അപ്പോൾ ഈ റിലേഷൻ ശരിയാണ്. അപ്പോൾ ശരിയല്ലാത്ത റിലേഷൻ എന്ന് പറയുന്നത് എസ് ആണ് ബിയുടെ പുത്രി എന്നുള്ള റിലേഷൻ മാത്രമാണ് ഇവിടെ ശരിയല്ലാത്തത്. സെഡ് ഇൻറ്റു ടി മൈനസ് എസ് ഇൻറ്റു യു പ്ലസ് പി എന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ യുവിന് സെഡുമായിട്ടുള്ള ബന്ധം എന്താണ് ചോദിക്കുന്നത്? യുവിന് സെഡുമായിട്ടുള്ള ബന്ധം എന്താണ് ചോദിക്കുന്നത്? അപ്പോൾ നോക്കാം നമുക്ക്. സെഡ് ഇൻറ്റു ടി എന്ന് പറയുമ്പോൾ, സെഡ് ഇൻറ്റു ടി എന്ന് പറയുമ്പോൾ ഇൻറ്റു റിലേഷനിൽ നമുക്കറിയാം പി ആണ് ക്യൂവിൻ്റെ മകൻ എന്നാണ് പറയുന്നത്. പി ആണ് ക്യൂവിൻ്റെ മകൻ. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള മകനായി മാറും. അപ്പോൾ ഇതെന്തായി മാറി? സെഡ് മകനായി മാറി. ടി മൈനസ് എസ് എന്ന് നോക്കുമ്പോൾ പി ആണ് ക്യൂവിൻ്റെ ഭാര്യ. അപ്പോൾ ഇതിൻ്റെ മകനാണ്, ഇത് ഇതിൻ്റെ ഭാര്യയാണ്. അപ്പോൾ ഇത് അച്ഛനും അമ്മയാണ്. ഇതെന്തായി മാറി? മകനായി മാറി. ഇനി എസ് ഇൻറ്റു യു എന്ന് പറയുമ്പോൾ നമുക്കറിയാം പി ആണ് ക്യൂവിൻ്റെ മകൻ. ലെഫ്റ്റ് സൈഡിലുള്ളത് ഇതിൻ്റെ മകനായി മാറുക. അപ്പോൾ ഈ മകനായി മാറി, ഇതിൻ്റെ മകൻ്റെ മകനായി മാറി. ഇനി യു പ്ലസ് പി നോക്കുമ്പോൾ, യു പ്ലസ് പി പറയുമ്പോൾ പി ആണ് ക്യൂവിൻ്റെ മകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ യു പ്ലസ് പി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, യു പ്ലസ് പി നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ളത് മകളാണ് മനസ്സിലാവും. അതായത് ഇത് മകളാണ്. അപ്പോൾ ഇവരുടെ മകൻ്റെ മകളാണിത്. അതുകൊണ്ട് ഇത് അമ്മൂമ്മയായിട്ട് മാറും. അടുത്ത ചോദ്യം ഹൈറ്റുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ്. ചോദ്യം പറയുന്നത് അബിക്ക് ബാലയേക്കാൾ പ്രായം കൂടുതലാണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? ഇവിടെ അബി ബാലയേക്കാൾ പ്രായം കൂടുതലാണ്. അബിക്ക് ബാല, ഇവിടെ എന്ത് എഴുതാം? ബാലയേക്കാൾ പ്രായം കൂടുതലാണ്. സിബിക്ക് അബിയേക്കാൾ പ്രായമുണ്ട്, എന്നാൽ ഡാലിയേക്കാൾ പ്രായം കുറവാണ്. സിബിക്ക് അടുത്ത് സിബി അബിയേക്കാൾ പ്രായമുണ്ട്, എന്നാൽ ഡാലിയേക്കാൾ പ്രായം കുറവാണ്. അപ്പോൾ ഡാലി ഇവിടെ, ഡാലിയേക്കാൾ പ്രായം കുറവാണ്. ഡാലിക്ക് ബാലയേക്കാൾ പ്രായം കൂടുതലാണ്. ശരിയാണ്, ഡാലിക്ക് ബാലയേക്കാൾ പ്രായം കൂടുതലാണ്. ബാലയ്ക്ക് അബിയേക്കാൾ പ്രായം കുറവാണ്. ബാലയ്ക്ക് അബിയേക്കാൾ പ്രായം കുറവാണ്. ബാലയ്ക്ക് അബിയേക്കാൾ പ്രായം കുറവാണ്. എഡ്ഡിയാണ് ഏറ്റവും പ്രായമുള്ള ആൾ. സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഏറ്റവും പ്രായമുള്ള ആളായിട്ട് വരുന്നത് ആരാണ്? എഡ്ഡിയാണ് ഏറ്റവും പ്രായമുള്ള ആളായിട്ട് വരുന്നത്. ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഇതാണ്, പ്രായമനുസരിച്ച് പ്രായക്കൂടുതലുള്ള രണ്ടാമത്തെ ആൾ ആരാണ് എന്നാണ്. പ്രായക്കൂടുതൽ രണ്ടാമത്തെ ആൾ ഡാലിയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞത് ആരാണ് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രായം കുറഞ്ഞത് ബാലയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞത് ബാലയാണ്. അടുത്ത ചോദ്യം പ്രായമനുസരിച്ച് നടുവിൽ വരുന്നത് ആരാണെന്നുള്ളതാണ്. നടുവിൽ വരുന്നത് സിബിയാണ് നടുവിൽ വരുന്നത്. അടുത്ത ചോദ്യം വെൻ ഡയഗ്രമുമായി ബന്ധപ്പെട്ടതാണ്. കേരളക്കാരെയും അഭിനേതാക്കളെയും പാട്ടുകാരെയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കേരളക്കാരോ അഭിനേതാക്കളോ അല്ലാത്ത പാട്ടുകാരെ സൂചിപ്പിക്കുന്ന ഭാഗം. കേരളക്കാർ ഈ സ്ക്വയറിലാണുള്ളത്, അഭിനേതാക്കൾ ഇതിലാണുള്ളത്. അതിൽ രണ്ടിലും പെടാതെ പാട്ടുകാരായി നിൽക്കുന്നത് ഈ 7ആണ്. ആൻസർ സിമ്പിളാണ്, 7ആണ്. പാട്ടുകാരായ കേരളക്കാരായ അഭിനേതാക്കളെ സൂചിപ്പിക്കുന്നത് 3ൻ്റെ ഇൻ്റർസെക്ഷനിലാണ്. 3ൻ്റെ ഉള്ളിൽ വരണം. 3 ഫിഗറിൻ്റെയും ഉള്ളിൽ വരുന്നത് ഒരു ലെറ്റർ മാത്രമേ ഉള്ളൂ. ഈ 5ആണ്. തർപ്പോൾ കറക്റ്റ് ആൻസർ 5 ആണ്. പാട്ടുകാരല്ലാത്ത കേരളക്കാരായ അഭിനേതാക്കളെ സൂചിപ്പിക്കുന്ന ഭാഗം. പാട്ടുകാർ അല്ലാത്ത ഇതിൻ്റെ അപ്പുറത്ത് വരണം, എന്നാൽ കേരളക്കാരും അഭിനേതാക്കളുമാണ് 2ൻ്റെ ഇൻ്റർസെക്ഷനിൽ വരണം. പാട്ടുകാരല്ലാത്ത 2ൻ്റെ ഇൻ്റർസെക്ഷനിൽ വരുന്നത് 2ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 14ൻ്റെ ആൻസർ എത്രയാണ്? 2 ആണ് അതിൻ്റെ ആൻസർ. അഭിനേതാക്കളല്ലാത്ത കേരളക്കാരായ പാട്ടുകാരെ സൂചിപ്പിക്കുന്നത്. അഭിനേതാക്കൾ അല്ലാത്ത കേരളക്കാരായ
പാട്ടുകാരെ സൂചിപ്പിക്കുന്നത് 6 ആണ്. കറക്റ്റ് ആൻസർ 6. പാട്ടുകാരോ കേരളക്കാരോ അല്ലാത്ത അഭിനേതാക്കൾ. പാട്ടുകാരുമല്ല കേരളക്കാരുമല്ല, അതിന് രണ്ടിനും പുറത്ത് നിൽക്കുന്ന അഭിനേതാക്കൾ എന്ന് പറയുന്നത് 3 ആണ്. കറക്റ്റ് ആൻസർ 3 ആണ്. വാക്കുകൾ അക്ഷരമാല ക്രമത്തിൽ ക്രമീകരിക്കുമ്പോൾ ആദ്യം വരുന്നത് ഏതാണെന്ന ചോദ്യം. ഫസ്റ്റ് ലെറ്റർ W ആയതുകൊണ്ട് W നമുക്ക് ഒഴിവാക്കാം. പിന്നെ ഇതിൽ 6 ആണ് വരുന്നത്. എ വരുന്നത് WA വരുന്ന എവിടെയാണ്, WA വരുന്ന എവിടെയാണ്. S 6 S, അപ്പോൾ 6 ആണ് ആദ്യം വരുന്നത്. WAR ആണ് ഫസ്റ്റിൽ വരുന്നത്. അടുത്തതിൽ നോക്കാം GR ആണ് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ GR ഒക്കെ ഒഴിവാക്കാം. പിന്നെ വരുന്നത് ഇവിടെ I ആണ്. പിന്നെ വരുന്നത് E ആണ് കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ E പോവും, ഇതിൽ E പോവും. പിന്നെ A വരുന്നത് ഇവിടെ, E വരുന്നത് ഇവിടെ. അപ്പോൾ A വരുന്ന രണ്ടെണ്ണുള്ളത്. AT ആണ്, ഇവിടെ S ആണ്. RST വരുമ്പോൾ ഇതാണ് ഫസ്റ്റ് വരിക. അടുത്തത് PLA വരുന്നുണ്ട്. PLA 3 ലെറ്ററിലും PLA ആണ്. ഇവിടെയും PLA ആണ്. ആദ്യം വരുന്നത് ചോദിച്ചതുകൊണ്ട് നമുക്ക് Yയും Nഉം I ഒഴിവാക്കി Cക്ക് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് ആൻസർ നമുക്ക് ഏതാ വരിക? C ആണ്. സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന. ആദ്യത്തെ 2 വാക്കുകൾ ഒരു പ്രത്യേക ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. മൂന്നാമത്തെ വാക്കിൻ്റെ അതേ ആശയത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന ബന്ധം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. വെള്ളത്തിൽ ഓക്സിജൻ ഉണ്ട്. സ്വാഭാവികമായിട്ട് ഉപ്പിലുണ്ടായിരിക്കുന്നത് സോഡിയമാണ് ഈ അടങ്ങിയിരിക്കുന്ന എലമെൻ്റ് എന്ന് പറയുന്നത്. ചതുരത്തിന് വികരണം ഉള്ളതുപോലെ ചതുരത്തിൻ്റെ കണക്കാക്കുന്ന വൃത്തത്തിന് ആരം, പരപ്പളവ്, ചുറ്റളവ്, വ്യാസം, ഡയമീറ്ററാണ്, വ്യാസമാണ് കണക്കാക്കാൻ പറ്റുന്നത്. ചൊവ്വ, ഭൂമി, നെപ്റ്റ്യൂണുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതെന്നുള്ളതാണ്. ചൊവ്വ ഭൂമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ അടുത്തടുത്ത 2 പ്ലാനറ്റ്സ് ആണ്. നെപ്റ്റ്യൂണുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് യുറാനസ് ആണ്. അടുത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് യുറാനസ് എന്ന പ്ലാനറ്റാണ്. ദൂരം മീറ്ററുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എങ്കിൽ ഭാരം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാരം എന്ന് പറയുന്നത് ഈ കാണുന്നതൊക്കെ ഭാരത്തിൻ്റെ യൂണിറ്റാണ്. പക്ഷേ നമ്മളുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റിൽ വരുന്നത് സെൻറ്റിമീറ്റർ. ദൂരം മീറ്ററുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ ഭാരം ബന്ധപ്പെട്ടിരിക്കുന്നത് സ്റ്റാൻഡേർഡ് യൂണിറ്റ് കിലോഗ്രാം ആണ്. ജൂൾ ഊർജം, പാസ്കൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജൂൾ എന്ന് പറയുന്നത് ഊർജത്തിൻ്റെ എനർജിയുടെ യൂണിറ്റാണ്. അതുപോലെ പാസ്കൽ എന്ന് പറയുന്നത് മർദ്ദം, പ്രഷറിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് മർദ്ദം എന്നുള്ളതാണ് ആൻസർ. പ്രഷറാണ് ആൻസർ. സംഖ്യ ശ്രേണിയിൽ വിട്ടുപോയ സംഖ്യ കണ്ടെത്തുക എന്നുള്ളതാണ്. 6, 13, 21, 30. 6ഉം 7ഉം 13, 13ഉം 8ഉം 21, 21ഉം 9ഉം 30, 7, 8, 9ൻ്റെ അഡീഷനാണ്. 30ഉം 10ഉം 40 എന്നുള്ള ആൻസർ വരും. കറക്റ്റ് ആൻസർ 40 ആണ്. 9, 27, 81. 3ൻ്റെ സ്ക്വയറാണ് 9. വീണ്ടും 3ൻ്റെ ക്യൂബ് 3/4 അല്ലെങ്കിൽ 3 കൊണ്ട് ഗുണിച്ചാൽ 3 27, 27 × 3 81, 81 × 3 വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ 243 എന്നുള്ള ആൻസർ കിട്ടും. 17, 13, 9. 4 മൈനസ് ചെയ്ത് വരിക 17 4 പോയി, 13 4 പോയി, 9 4 പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 5 കിട്ടും. കറക്റ്റ് ആൻസർ. 4, 9, 19, 39. 2 × 4 24, 8, 9, 20, 18, 19, 29, 38, 39. അപ്പോൾ 2 × 39 78, 1 എത്ര കിട്ടും നമുക്ക്? 79 എന്നുള്ള ആൻസർ കിട്ടും. 1, 9, 25, 49, 81. സ്ക്വയേഴ്സാണ്. 1ൻ്റെ സ്ക്വയർ, 3ൻ്റെ സ്ക്വയർ, 5ൻ്റെ സ്ക്വയർ, 7ൻ്റെ സ്ക്വയർ, 9ൻ്റെ സ്ക്വയർ, അടുത്ത് 11ൻ്റെ സ്ക്വയർ, 121 എന്നുള്ള ആൻസർ കിട്ടും. ഡി ലെറ്റർ കോഡ് നമുക്കറിയാം 4 ആണ്. G 7 ആണ്. 4, 3, 7. J 10 ആണ്. 4, 3, 7, 3, 10. 10 വരുമ്പോൾ ഇവിടെ 13 ആണ് വരിക. 13 വരുമ്പോൾ M ആണ് ലെറ്റർ. M വരുന്ന ലെറ്റർ ഇത് 2ൽ M ഇല്ല, ഇത് 2ൽ M ഉണ്ട്. അതിന് M20 ആയതുകൊണ്ട് രണ്ടാമത് കോഡ് ചെക്ക് ചെയ്യേണ്ട. ലാസ്റ്റ് കോഡ് ചെക്ക് ചെയ്താൽ മതി. T എന്ന് പറയുമ്പോൾ നമുക്ക് 20 ആണ്, 20 ആണ്. Q എന്ന് പറയുമ്പോൾ 27 ആണ്. Q എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 27 ആണ്. സോ 27 17 ആണ്. അപ്പോൾ 20, 17, 20 3 പോയി 17, 17 3 പോയി കഴിഞ്ഞാൽ 14. ഇവിടെ Nലേക്ക് 14 3 പോയി കഴിഞ്ഞാൽ 11ലേക്കാണ് മാപ്പ് ചെയ്യണത്. 11ലേക്ക് മാപ്പ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ലെറ്റർ എന്തായിട്ട് വരണം? K ആയിട്ട് വരണം. ദർഫോർ കറക്റ്റ് ആൻസർ M20 K എന്നുള്ള ആൻസറാണ് കറക്റ്റായിട്ട് വരിക. അടുത്തത് AYD BXF CWH. ഇവിടെ നമുക്ക് നമ്പർ കൂടിയ ABC ആണ്.
ABC വരുമ്പോൾ പിന്നെ ഡിയിലാണ് വരുന്നത്. ഈ ഓപ്ഷൻ പോകേണ്ട, ഡി. ആൻഡ് നെക്സ്റ്റ് Y, X, W, X, Y എന്നൊരു നമ്പർ ബാക്കിലേക്കാണ് വരുന്നത്. ഡബ്ല്യുവിൻ്റെ നെക്സ്റ്റ് ബാക്കിൽ V എന്നുള്ള ലെറ്റർ നമുക്ക് കിട്ടും. V എന്നുള്ള ലെറ്റർ കിട്ടും. ദർഫോർ ഓപ്ഷൻ നമുക്ക് V ഉള്ള ഓപ്ഷൻ വരുന്നത് ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് 3C10, 6E12, 18G16. നമുക്ക് ABC മൂന്നാമത്തെ ലെറ്ററാണ്, DE അഞ്ചാമത്തെ ലെറ്ററാണ്, G ഏഴാമത്തെ ലെറ്ററാണ്. സ്വാഭാവികമായിട്ട് 3, 2, 5, 2, 7, 2 ഒമ്പതാമത്തെ ലെറ്റർ വരണം. ഒമ്പതാമത്തെ ലെറ്റർ വരുന്നത് I ആണ്. I വരുന്ന ലെറ്റർ ഇത് 2 ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം. ഇത് നമുക്ക് 3, 3, 3, 6, 23, 6, 3, 6, 18, അടുത്ത് 4, 18, 72 എന്നുള്ള നമ്പറാണ് വരിക. അപ്പോൾ 4, 18, 72 എന്ന് വരുന്നത് ഈ നമ്പർ മാത്രമേ ഉള്ളൂ. ദർഫോർ ഇത് നമുക്ക് ആൻസർ എടുക്കാം. അടുത്ത് CKFJIL, C 3, F 6, I 9 എന്നുള്ള മോഡൽ വരും. 3, 3, 6, 3, 9, 9, 3, 12 വരും. 12 എന്ന് വരുന്നത് L ആണ്. ദർഫോർ കറക്റ്റ് ആൻസറിലേക്ക് മാപ്പ് ചെയ്യുമ്പോൾ LH ആണ് ഒരു ഓപ്ഷനേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അതിനെ സെലക്ട് ചെയ്യാം. CDFGH, JKLM, UVW, XYZ, ABCD, E ഒഴിവായിട്ട് FGH, I ഒഴിവായിട്ട് JKLM, ഇപ്പോൾ N ഒഴിവാക്കിയിട്ട് OPQRS എന്നുള്ള OPQRS 5 ലെറ്റർ വരുന്ന വരും. അപ്പോൾ OPQRS എന്നുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഈ സീരീസ് ഫില്ല് ചെയ്യാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. സ്വാഭാവികമായിട്ട് എണ്ണി നോക്കുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. 15 ലെറ്റർ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും 3ൻ്റെ ഒരു കോംബോ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അതായത് 3ൻ്റെ സെക്ഷനായിട്ടാണ് ഇവിടെ മാപ്പ് ചെയ്യുക. അപ്പോൾ നോക്കുമ്പോൾ ഫസ്റ്റ് A B എന്ന് കാണാനുണ്ട്. സോ ABC നോക്കാം നമുക്ക്. ഇപ്പോൾ ABC കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും? A വരും. അപ്പോൾ ABC. അടുത്തത് പിന്നെ BCAക്കാണ് ചാൻസ്. അപ്പോൾ B കൊടുക്കാം, BCA. അപ്പോൾ ABC വന്നു, BCA വന്നു. അടുത്ത് നമുക്ക് CAB കൊടുക്കാം. അപ്പോൾ CAB വന്നു. വീണ്ടും നമുക്ക് എന്ത് കൊടുക്കാം? ABC കൊടുക്കാം, ABC. പിന്നെ വീണ്ടും BCA കൊടുക്കാം. അപ്പോൾ ABCBB എന്നുള്ള ആൻസർ നമുക്ക് ആൻസറായി കൊടുക്കാം. അടുത്ത് നമുക്ക് നോക്കിയാൽ നമുക്കറിയാം 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഇവിടെ 12 ലെറ്ററുകൾ 3ൻ്റെ സെക്ഷൻ തന്നെയായിരിക്കും ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ നമുക്ക് 3ൻ്റെ സെക്ഷനെ പറ്റി ഒന്ന് ആലോചിക്കാം. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും A ആണ് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ ABC ആണ് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ ABC കഴിഞ്ഞിട്ട് ABC കഴിഞ്ഞിട്ട് CABK ആണ് അടുത്തൊരു ചാൻസ് വരുന്നത്. ഇപ്പോൾ 2 ലെറ്റർ ഉണ്ട്. ABC കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സിക്ക് റിവേഴ്സ് ഓർഡറിൽ ചാൻസ് ഉണ്ട്. അപ്പോൾ ABC CBA കൊടുക്കാം ഈ ഗ്യാപ്പിൽ. അപ്പോൾ ABC CBA, വീണ്ടും ABC, വീണ്ടും CBA വരുന്നുണ്ട്. അപ്പോൾ AC എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് ആൻസറായി പിടിക്കാൻ പറ്റുക. അടുത്തത് നമുക്ക് QRPQ എന്നുള്ള സെക്ഷനാണ് വരുന്നത്. ഇപ്പോൾ QRPP, അപ്പോൾ QRPP, വീണ്ടും QRPP. അപ്പോൾ PRPQ എന്നുള്ള ഓപ്ഷനാണ് നമുക്കിവിടെ ആൻസറായിട്ട് കൊടുക്കാൻ പറ്റുക. ഇവിടെ നമുക്ക് 3ൻ്റെ കട്ടിങ്ങാണ് വരിക. അപ്പോൾ നമുക്ക് PQPയിൽ പിടിച്ചു കഴിഞ്ഞാൽ വീണ്ടും എന്ത് വരും? ഇവിടെ PQP വരും. വീണ്ടും ഇവിടെ എന്ത് വരും? PQP വരും. വീണ്ടും PQP വരും.
അപ്പോൾ PQQP PQQP എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ് ആൻസർ. അതിൻ്റെ ഓഡ് വൺ ആണ്. താഴെ കൊടുത്തതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ചോദ്യം. ത്രികോണം, ചതുരം, സമചതുരം, വികരണം. അതായത് ഡയഗണലാണ് കൂട്ടത്തിൽ പെടാത്തത്. ബാക്കിയുള്ളതൊക്കെ ത്രികോണം രൂപങ്ങളാണ്. നമുക്ക് ഇതൊരു ലൈന് മാത്രമാണ്. ഫുട്ബോൾ, വോളിബോൾ, ചെസ്സ്, ക്രിക്കറ്റ്. ഇതിൽ ചെസ്സാണ് കറക്റ്റ് ആൻസർ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഗ്രൗണ്ടിൽ കളിക്കുന്ന കളികളാണ്. തൂത്തുക്കുടി, മൈസൂർ, കൊച്ചി, വിശാഖപട്ടണം. ഇതിൽ ഓഡ് വൺ എന്ന് പറയുന്നത് മൈസൂരാണ്. ബാക്കിയുള്ളതൊക്കെ പോർട്സാണ്, തുറമുഖങ്ങളാണ് ബാക്കിയുള്ളതൊക്കെ. സിംഹം, കടുവ, കുതിര, ജിറാഫ്. അതിൽ ജിറാഫാണ്. ജിറാഫ് ഫുൾ വെജിറ്റേറിയൻ ആണ്. ബാക്കിയുള്ളതൊക്കെ കാർണിവോറസ് കൂടിയാണ്. വിചാരം, രുചി, കാണുക, മണം. ഇതിൽ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ സെൻസേഷണൽ ഓർഗൻസ് ആണ്. ഇത് വിചാരമാണ്. ബാക്കിയുള്ളതൊക്കെ സെൻസേഷണൽ ഓർഗൻസ് ആണ്. ഗാങ്ടോക്ക്, ഭുവനേശ്വർ, മധുര, മുംബൈ. ഇതിൽ മധുര മാത്രം ക്യാപിറ്റലല്ല. ബാക്കിയുള്ളതൊക്കെ സ്റ്റേറ്റ്സിൻ്റെ ക്യാപിറ്റലാണ്. ജനുവരി, മെയ്, ജൂലൈ, നവംബർ. ആൻസർ നവംബറാണ്. ബാക്കിയുള്ളതൊക്കെ 31 ഡേയ്സ് ഉള്ള സ്ഥലങ്ങളാണ്. ഈ സീരീസിലെ ഈ രണ്ട് ഫിഗർ, ഈ ഫിഗറും കോമൺ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ലെറ്ററിന് മാറ്റം വരുന്നില്ല. സ്വാഭാവികമായിട്ട് ഇതിന് മാറ്റം വരാൻ പാടില്ല. സെക്കൻഡ് വൺ റിവേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് റിവേഴ്സ് ആയിട്ട് മാറിയതാണിത്. അപ്പോൾ ഇത് റിവേഴ്സ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് വണ്ണിന് മാറ്റമല്ല, സെക്കൻഡ് വൺ റിവേഴ്സ് വരുമ്പോൾ ഈ ഓർഡറിൽ വരെ അത് കാണിക്കുന്നത് സി ആണ്. കറക്റ്റ് ആൻസർ. സീരീസിലെ രണ്ട് ഫിഗറിനോടും ജോയിൻ ചെയ്യുന്ന ഫിഗർ ഏതാണുള്ള ചോദ്യം. നമുക്ക് കറക്റ്റ് ആൻസർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഈസിയായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിലേക്ക് മാപ്പ് ചെയ്യാൻ പറ്റുന്ന ഫിഗർ എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്ന ഫിഗറാണ്. അതായത് നമ്മൾ കറക്റ്റ് ആൻസർ ഈ ഫിഗറാണ് ഇതിലെ കറക്റ്റ് ആൻസർ. ചിത്രത്തിൽ എത്ര സമചതുര സ്തംഭങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. ക്വസ്റ്റ്യൻ നമുക്ക് എത്ര എണ്ണം, 1, 2, 3 എണ്ണം ഇവിടെ ഉണ്ട്. ഈ 3ൻ്റെ സ്പേസിൽ ഈ 2 എണ്ണത്തിൻ്റെ അടിയിൽ ഒരു സ്പേസ് ഉണ്ട്. ഈ 2 എണ്ണത്തിൻ്റെ അടിയിലും ഒന്നുണ്ടാവും. അപ്പോൾ 2 എക്സ്ട്രാ അവിടെ വരണം. പിന്നെ ഈ 1ൻ്റെ നേരെ താഴെ എൻഡിലും ഇവിടെ താഴത്ത് ഒന്നുണ്ടാവും. അവിടെ പ്ലസ് ഇത് ഈ പ്ലേസ് തന്നെ, ഈ പ്ലെയിനിൽ തന്നെ 3 എണ്ണം, മൊത്തം 3 എണ്ണം എക്സ്ട്രാ വരും. അതേപോലെ ഈ 2 എണ്ണം ഈ പ്ലെയിനിൽ ഈ 2 എണ്ണം ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ രണ്ടും പ്ലസ് ഈ പ്ലെയിനിൽ ഒന്ന് താഴ്ത്തു വരും, പ്ലസ് 1 വരും. പിന്നെ ഈ 1 ഉണ്ട്. അപ്പോൾ നമുക്ക് 1, 2, 3, 4, 5, 6, 6, 4, 10 ക്യൂബ്സാണ് ഇവിടെ ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാവും. ഇവിടെ ഓഡ് വൺ കണ്ടുപിടിക്കാനാണ് ഏതാണ് കൂട്ടത്തിൽ പെടാത്തത് എന്നുള്ളതാണ്. ചിത്രത്തിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാവും. ഇതൊക്കെ നമ്മളുടെ ഒരു ലൈനിനോട് 2 ഫിഗറും ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇത് 2 ഫിഗറും ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇത് സെൻറ്ററിലേക്ക് ഒന്ന് മാപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് ഇതാണ് കൂട്ടത്തിൽ ചേർന്ന് നിൽക്കാത്തത്, ഓഡ് വൺ. ചിത്രത്തിൽ ഓഡ് വൺ ഏതാണുള്ള ചോദ്യം. നമ്മൾ ഡയഗണലാണ്, ഡയമീറ്ററാണ്. ഇത് ഡയമീറ്റർ അല്ല. അപ്പോൾ ഇതാണ് ഓപ്ഷൻ. ഇവിടെ നമുക്ക് കാണാം 2 ലൈൻസിൻ്റെ ഇൻ്റർസെക്റ്റ് ചെയ്ത് പോവാത്ത 3 ഫിഗേഴ്സാണ്. ഇത് ഇൻ്റർസെക്റ്റ് ചെയ്ത് പോകുന്നു. അതുകൊണ്ട് ഇതാണ് ഓഡ് വൺ. രാജ്, സാജ്, ടാജ്, വാജ്, യാജ് എന്നിവർ ഇരിക്കുന്നത് ഈ ക്രമത്തിലാകണമെന്ന് നിർബന്ധമില്ല. കൂടാതെ സാജ് ഇരിക്കുന്നത് യാജിനും ടാജിനും ഇടയ്ക്കാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ ടാജിനെ ഇരുത്താം. അടുത്തത് സാജിനെ ഇവിടെ ഇരുത്താം. നമുക്ക് യാജിനെ ഇവിടെ ഇരുത്താം. അപ്പം യാജ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തായി? സാജ് ഇരിക്കുന്നത് യാജിനും ടാജിനും ഇടയ്ക്കാണ്. മറ്റത് പറഞ്ഞിരിക്കുന്നത് സാജ് ഇരിക്കുന്നത് ടാജിൻ്റെ വലതുവശത്താണ്. അപ്പോൾ സാജ് ഇരിക്കുന്നത് ടാജിൻ്റെ വലതുവശത്താണ്. അവസാനം പറഞ്ഞിരിക്കുന്നത് വാജ് ഇരിക്കുന്നത് രാജിനും യാജിനും ഇടയ്ക്കാണ്. അപ്പോൾ വാജ് ഇവിടെ ഇരിക്കണം. വാജ് ഇരിക്കുന്നത് യാജിനും രാജിനും ഇടയ്ക്കാണ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പൊസിഷൻ വരുന്നത്. ടാജ്, സാജ്, യാജ്, വാജ്, രാജ്. വരിയിൽ അവസാനം ഇരിക്കുന്നത് ആര് എന്നാണ് ചോദ്യം. വരിയിൽ അവസാനം ഇരിക്കുന്നത് ആര് എന്നാണ് ചോദ്യം. വരിയിൽ ഇവിടെ തുടങ്ങുകയാണെങ്കിൽ അവസാനം ഇരിക്കുന്നത് ടാജാണ്. വരിയിൽ അവസാനം ഇരിക്കുന്നത് ആര് എന്ന ചോദ്യത്തിന് നമുക്ക് ടാജ് എന്ന് ഉത്തരം എഴുതാം. തുടക്കത്തിൽ നിന്ന് രണ്ടാമതായി ഇരിക്കുന്നത് ആര് എന്നാണ് ചോദ്യം. തുടക്കത്തിൽ നിന്ന് ഇവിടെ തുടക്കമാകുമ്പോൾ രണ്ടാമത് ഇരിക്കുന്നത് വാജാണ്. അപ്പോൾ നമുക്ക് വാജ് എന്നുള്ള ആൻസർ എഴുതാം. മധ്യഭാഗത്ത് ഇരിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ യാജാണ് മധ്യഭാഗത്തിരിക്കുന്നത്. മധ്യഭാഗത്ത് യാജ് എന്ന് എഴുതാം. വരിയിൽ ആദ്യം ഇരിക്കുന്നത് ആരാണെന്നാണ്. വരിയിൽ ആദ്യം ഇരിക്കുന്നത്
രാജാണ്. അപ്പോൾ വരിയിൽ ആദ്യം ഇരിക്കുന്നത് നമുക്ക് രാജ് എന്നുള്ള ആൻസറും എഴുതാം. ഈ ഫിഗർ ഇതിൽ ഏതിലാണ് കൃത്യമായിട്ട് ഉള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ നമുക്ക് കാണുന്ന ഈ ഫിഗർ നമുക്ക് ഇതിലൊന്നും കൃത്യമായിട്ട് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ നമുക്കിതിൽ സ്പെസിഫൈഡ് അല്ല. 57-ാം ചോദ്യം ഇത് തന്നെയാണ്. ഈ കാണുന്ന ഫിഗർ ഇതിലേതിൽ കൃത്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. കാരണം ഈ ഫിഗർ, ഈ ഒരു സാധനം നമുക്കിവിടെ കൃത്യമായിട്ട് ഇവിടെ നമുക്കിവിടെ ഒരു സ്പേസിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. ഇതിൽ കാണുന്നില്ല. നമുക്ക് ഈ ഒരു ഫിഗറിലാണ് നമുക്കത് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ഫിഗർ കാണാൻ, ഈ ഫിഗർ ഇതിൽ കാണാൻ കഴിയുന്നു. ഇതിലാണ് കറക്റ്റായിട്ട്. അടുത്തത്, ഒരു സമുദ്ര പേപ്പർ പ്രത്യേക രീതിയിൽ മടക്കി തുടർന്ന് പേപ്പർ പഞ്ച് ഉപയോഗിച്ചൊരു ദ്വാരമിട്ടു. പേപ്പർ നിവർത്തിയപ്പോൾ ലഭിക്കുന്ന മാതൃക ചുവടെ കൊടുത്തിരിക്കുന്നു. ഇതിലേതാണ് കറക്റ്റായിട്ടുള്ള മാതൃക എന്നാണ് ചോദ്യം. ഇതിൽ കറക്റ്റായിട്ട് ഇതിൽ കോർണറിലാണ് നമുക്ക് ഇതിൻ്റെ ഇത് വരുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളുടെ ഈ പഞ്ചിങ് നമുക്ക് ഈ കോർണറിൽ ഇടുമ്പോൾ നമുക്ക് ഓരോ കോർണറിലേക്കും മാപ്പ് ചെയ്യും. കറക്റ്റായിട്ട് ഇതിൻ്റെ ആൻസർ ഈ ആൻസറാണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയും. ഡൈയുമായിട്ടുള്ള പ്രോബ്ലമാണ്. ഈ ഡൈ കൊടുത്തിരിക്കുന്നു, ചിത്രം കൊടുത്തിരിക്കുന്നു. ഒരേ ഡൈയിൻ്റെ വ്യത്യസ്ത മുഖങ്ങളാണ്. 6 എന്ന സംഖ്യയുടെ വിപരീത മുഖത്ത് വരുന്ന സംഖ്യ ഏതാണ് ചോദ്യം. 6ൻ്റെ വിപരീത മുഖത്ത് വരുന്ന സംഖ്യ മാപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എപ്പോഴും മാപ്പ് ചെയ്യുമ്പോൾ ഇതിൽ ഒരേപോലത്തെ അല്ലാത്ത 2 നമ്പർ വരാത്ത മാപ്പ് ചെയ്യണം. ഇപ്പോൾ 2ഉം 6ഉം വരുന്നുണ്ട്, ഇവിടെ 2ഉം 6ഉം വരുന്നുണ്ട്. അപ്പോൾ ഇതും കമ്പയർ ചെയ്യരുത്, ഇതും കമ്പയർ ചെയ്യരുത്. ഇനി ഇതും എടുക്കുമ്പോൾ 6, 2, 3, 6, 5, 4, അതായത് ഒരു അക്കം മാത്രമേ റിപ്പീറ്റ് ചെയ്ത് വരുന്നുള്ളൂ. ഇതിൽ വരുമ്പോൾ 2 അക്കം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരക്കം മാത്രം റിപ്പീറ്റ് വരുന്നത്. ഇത് നമുക്ക് കമ്പയർ ചെയ്യാം. ഇത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വരാൻ പറ്റുന്ന ഒരു റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ 6ൻ്റെ റൈറ്റ് 2ആണ്, ഇവിടെ 6ൻ്റെ റൈറ്റ് 5ആണ്, 6ൻ്റെ റൈറ്റ് 2, അപ്പോൾ ഇവിടെ 6ൻ്റെ റൈറ്റ് 5. അങ്ങനെ വരുമ്പോൾ ഈ 2ഉം 5ഉം ഓപ്പോസിറ്റ് ആയിരിക്കും. ഇവിടെ ചോദ്യമുണ്ട് 2 എന്ന സംഖ്യയുടെ മുഖത്തിന് എതിരായി വരുന്ന സംഖ്യ ഏതാണെന്നുള്ളതാണ്. അപ്പോൾ 2ൻ്റെ ഓപ്പോസിറ്റ് 5ആണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്ന 6 എന്ന സംഖ്യയുടെ വിപരീത മുഖത്ത് വരുന്ന സംഖ്യയാണ്. അപ്പോൾ നമുക്ക് ഇതും മാപ്പ് ചെയ്യാം. ഇതും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു നമ്പർ മാത്രമാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, അതായത് 2 മാത്രമാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതും നമുക്ക് കമ്പയർ ചെയ്യാം. ഇതൊന്നും കമ്പയർ ചെയ്യുന്നതിന് നമുക്ക് നോക്കാം. ഇവിടെ 2ൻ്റെ ലെഫ്റ്റ് 6ആണ്, 2ൻ്റെ ലെഫ്റ്റ് 6ആണ്, ഇവിടെ 2ൻ്റെ ലെഫ്റ്റ് 1ആണ്. അപ്പോൾ നേരത്തെ റൈറ്റ് നോക്കിയാൽ മാതിരി തന്നെ 2ൻ്റെ ലെഫ്റ്റ് 1, 2ൻ്റെ ലെഫ്റ്റ് 6. അപ്പോൾ 6ൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും 1. അപ്പോൾ 6ൻ്റെ ഓപ്പോസിറ്റ് വരുന്ന നമ്പർ 1 ആയിരിക്കും. അതായത് ഒരു നമ്പർ മാത്രമുള്ള ഡൈകളെ നമ്മൾ കമ്പയർ ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് റൈറ്റും ലെഫ്റ്റും നോക്കുക. ഇവിടെ 6ൻ്റെ റൈറ്റ് 2, ഇതിൽ 6ൻ്റെ റൈറ്റ് 5. നമ്മൾ 2ൻ്റെയും 5ഉം ഓപ്പോസിറ്റ് മനസ്സിലാക്കി. ഇതും നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത്, കാരണം 6ഉം 2ഉം റിപ്പീറ്റ് വരുന്നുണ്ട്. ഇതും കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇതും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ 6ഉം 4ഉം ആണല്ലോ വരുന്നത്. ഇവിടെ എന്ത് വരുന്നുണ്ട്? 6ഉം 4ഉം വരുന്നുണ്ട്. അപ്പോൾ ഈ ഡൈയും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 2 നമ്പർ റിപ്പീറ്റ് ചെയ്യുന്ന ഡൈസ് ഒരു കാരണവശാലും ഇങ്ങനെ കമ്പയർ ചെയ്യരുത്. 2 നമ്പർ റിപ്പീറ്റ് ചെയ്യാത്ത നമ്പേഴ്സ് ഡൈ കമ്പയർ ചെയ്തിട്ട് റൈറ്റും ലെഫ്റ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് മനസ്സിലാവും. ലീ ഒരു ക്ലാസ്സിൽ നിന്ന് മുകളിൽ നിന്ന് 6-മതും താഴെ നിന്ന് 25-മതുമാണ് എങ്കിൽ ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികളുണ്ട്? മുകളിൽ നിന്ന് 6-മതും ഇവിടുന്ന് 25-മതും ആകുമ്പോൾ ടോട്ടൽ 31 വരും. അപ്പോൾ ലീനെ 2 വട്ടം എണ്ണും. പക്ഷേ ക്ലാസ്സിൽ അപ്പം 30 കുട്ടികളുണ്ടാവുള്ളൂ. 1 മൈനസ് ചെയ്യണം. അടുത്ത ചോദ്യം, റീസിൻ്റെ സ്ഥാനം ഒരു വരിയിൽ വലത്ത് നിന്ന് 13-മതാണ്, വലത്ത് നിന്ന് 13-മതാണ് എന്നാണ് പറയുന്നത്. ഈ വരിയിൽ ആകെ 40 കുട്ടികളുണ്ട്. ആകെ 40 കുട്ടികളാണുള്ളത്. അപ്പോൾ ഇടത്ത് നിന്നുള്ള സ്ഥാനം ഇത് രണ്ടും കൂട്ടിയാൽ 41 വരണം. അപ്പോൾ 27 കൂട്ടിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 40 വരുള്ളൂ. അപ്പോൾ രണ്ടും കൂട്ടി 41 വരണം. അപ്പോൾ സ്ഥാനം 28 ആയിരിക്കും. അടുത്ത വെൻ ഡയഗ്രത്തെ പറ്റിയൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം മലയാളത്തിനും ഇംഗ്ലീഷിനും ഹിന്ദിക്കും മാർക്ക് കിട്ടിയ കുട്ടികളുടെ വെൻ ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. ചോദ്യം ഇതാണ്, ഇംഗ്ലീഷിനും മലയാളത്തിനും മാത്രം എ ഗ്രേഡ് വാങ്ങിയ എത്ര കുട്ടികളുണ്ടെന്നാണ്. ഇംഗ്ലീഷിനും മലയാളത്തിനും മാത്രം എ ഗ്രേഡ് വാങ്ങിയ എത്ര കുട്ടികളുണ്ട്?
അപ്പോൾ നോക്കുമ്പോൾ ഇംഗ്ലീഷിനും എ ഗ്രേഡ് കിട്ടണം, മലയാളത്തിനും എ ഗ്രേഡ് കിട്ടണം, അങ്ങനെ കിട്ടുന്ന 12 കുട്ടികളാണ് ഇവിടെ ഉള്ളത്. ഹിന്ദിയിൽ മാത്രം എ ഗ്രേഡ് കിട്ടിയ എത്ര കുട്ടികളുണ്ട്? ഹിന്ദിയിൽ മാത്രം എ ഗ്രേഡ് പാടുള്ളൂ. ഹിന്ദി എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ മാത്രം എ ഗ്രേഡ് കിട്ടിയ 50 കുട്ടികളാണുള്ളത്. അപ്പോൾ 50 കുട്ടികൾ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 3 വിഷയങ്ങൾക്കും എ ഗ്രേഡ് ലഭിച്ച എത്ര കുട്ടികളുണ്ട്? 3 വിഷയങ്ങൾക്കും എ ഗ്രേഡ് ലഭിച്ച കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ 11 കുട്ടികളാണ്. അപ്പോൾ 11 കുട്ടികൾക്ക് 3 വിഷയങ്ങൾക്കും എ ഗ്രേഡ് ഉണ്ട്. ഇംഗ്ലീഷിൽ മാത്രം എ ഗ്രേഡ് കിട്ടിയ എത്ര കുട്ടികളുണ്ട്? ഇംഗ്ലീഷിൽ മാത്രമാണ് എ ഗ്രേഡ് കിട്ടാൻ പാടുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷിൽ മാത്രം എ ഗ്രേഡ് കിട്ടിയ 47 കുട്ടികളുള്ളത്. 47 കറക്റ്റ് ആൻസർ. മലയാളത്തിലും ഹിന്ദിയിലും എ ഗ്രേഡ് കിട്ടിയ എത്ര കുട്ടികളുണ്ട്? മലയാളത്തിലും ഹിന്ദിയിലും എ ഗ്രേഡ് കിട്ടിയ 15 കുട്ടികളുള്ളത്. 15 കറക്റ്റ് ആൻസർ. ചോദ്യം: 17 ഫുട്ബോളുകൾ 720 രൂപയ്ക്ക് വിറ്റപ്പോൾ 5 ഫുട്ബോളുകളുടെ യഥാർത്ഥ വിലയ്ക്ക് തുല്യമായ തുകയുടെ നഷ്ടമുണ്ടായി എങ്കിൽ ഒരു ഫുട്ബോളിൻ്റെ യഥാർത്ഥ വില എത്ര? ചോദ്യം. 17 ഫുട്ബോളാണ് വിറ്റത്. 17 ഫുട്ബോൾ വിറ്റപ്പോൾ എത്ര രൂപ കിട്ടി? 720 രൂപ കിട്ടി. ഇത് 5 ഫുട്ബോളുകളുടെ യഥാർത്ഥ വിലയ്ക്ക് തുല്യമായ തുകയുടെ നഷ്ടം ഉണ്ടായത്. അതായത് ശരിക്ക് 12 ഫുട്ബോളിന് 5 ഫുട്ബോളിൻ്റെ വില കിട്ടിയില്ല. 12 ഫുട്ബോളിൻ്റെ വില ഒറിജിനൽ വിലയാണ് കിട്ടിയിട്ടുള്ളൂ. അത് എത്രയാണ്? 720 ആ 12 ഫുട്ബോളിന് എത്രയാണ്? 720 രൂപ. അപ്പോൾ ഒരു ഫുട്ബോളിന് നമുക്ക് എന്ത് ചെയ്യണം? 720/12 ഇതാകുമ്പോൾ എത്ര കിട്ടും? 60 രൂപ കിട്ടും. കറക്റ്റ് ആൻസർ 60 കറക്റ്റ് ആൻസർ. ചതുരാകൃതിയിലുള്ളൊരു തറയുടെ നീളം 3.78 മീറ്ററാണ്. അതിൻ്റെ വീതി 5.25 മീറ്ററാണ്. ഇതിൽ ഒരേ വലുപ്പത്തിലുള്ള സമചതുര ടൈലുകൾ കൃത്യമായി പാകണം. ഇതിനായി ഉപയോഗിക്കാവുന്ന സമചതുര ടൈലിൻ്റെ പരമാവധി നീളം എത്രയാണുള്ള ചോദ്യം. ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടറാണ്. അതായത് 3.78ൻ്റെയും 5.25ൻ്റെയും ഹയസ്റ്റ് കോമൺ ഫാക്ടറാണ്. അപ്പോൾ ഇത് സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് നമുക്ക് മീറ്ററിലേക്ക് ആക്കാം. മീറ്ററിലേക്ക് ആക്കുമ്പോൾ ഈ പോയിൻ്റ് അവോയ്ഡ് ചെയ്താൽ മതി. കാരണം ഉത്തരം സെൻറ്റിമീറ്ററിലാണല്ലോ. അപ്പോൾ പോയിൻ്റ് അവോയ്ഡ് ചെയ്താൽ ഇതിൻ്റെ നമുക്ക് ഹയസ്റ്റ് കോമൺ ഫാക്ടറാണ്. ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആകുമ്പോൾ ഡിവിസിബിൾ ആയിട്ടുള്ള ഇങ്ങനെ ആഡ് ചെയ്തൊക്കെ 7 3 11 കിട്ടും. 7 3 10 കിട്ടും 18. അപ്പോൾ 3ൻ്റെ മൾട്ടിപ്പിളാണ്. 5 2 7 5 12 3ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 1 3 3 2 3 6 6 3 18 1 3 3 4 7 3 21 ബാക്കി 1 15 I 3 15. അപ്പോൾ 126 175 കിട്ടും. വീണ്ടും ഇത് ഇവിടെ 6 3 9 3ൻ്റെ മൾട്ടിപ്പിൾ 7 8 5 14. ഇത് 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല. ഇവിടെ 5ഉം ഇല്ല. പിന്നെ 6ൻ്റെ മൾട്ടിപ്പിളും അല്ല. ഇത് 6ൻ്റെ മൾട്ടിപ്പിൾ. പിന്നെ 7ൻ്റെ ചാൻസ് 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 7 8 7 56. ഇത് 7 7 ബാക്കി 7 14 ബാക്കി 35 7 35 18 25 വരുന്നുണ്ട്. പിന്നെ ഇവിടെ കോമൺ ഫാക്ടർ ഇല്ല. ദർഫോർ ഇവിടെ 3 7 മാത്രം കോമൺ ഫാക്ടർ. അപ്പോൾ 3 × 7 = 21 സെൻറ്റിമീറ്ററാണ് നമുക്കിതിൻ്റെ ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. 10 സംഖ്യകളുടെ ശരാശരി 7 ഓരോ സംഖ്യയും 12 കൊണ്ട് ഗുണിച്ചാൽ ലഭിക്കുന്ന സംഖ്യകളുടെ ശരാശരി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 7നെ 12 കൊണ്ട് ഗുണിച്ചാൽ മതി. 7നെ 12 കൊണ്ട് ഗുണിക്കുമ്പോൾ 7 10 70 84 ആൻസർ കിട്ടും. കറക്റ്റ് ആൻസർ 84 3 അക്ക എണ്ണൽ സംഖ്യകൾ പരിഗണിക്കുക. ഇതിൻ്റെ മധ്യ അക്കം 0ഉം 3 അക്കങ്ങളുടെ തുക എല്ലായ്പ്പോഴും 5ഉം ആണ്. ഇത്തരത്തിലുള്ള എത്ര 3 അക്ക സംഖ്യകളുണ്ട്? 3 അക്ക എണ്ണൽ സംഖ്യകൾ പരിഗണിക്കുക. അതായത് 3 അക്കമുള്ള എണ്ണൽ സംഖ്യകളാണ്. മധ്യ അക്കം നമുക്ക് ഏത് സംഖ്യയുടെയും മധ്യ അക്കം എന്തായിട്ട് മാറുന്നതാണ്? 0 ആയിട്ട്. 3 അക്ക എണ്ണൽ സംഖ്യകളിൽ മധ്യ അക്കം ഫിക്സഡ് ആണ്, 0 ആണ്. 3 അക്കങ്ങളുടെ തുക എല്ലായ്പ്പോഴും 5 ആയിരിക്കണം. 3 അക്കങ്ങളുടെ തുക 5 ആയിരിക്കണം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ 5 0 ഇട്ട് കഴിഞ്ഞാൽ 5 ആയിട്ട് മാറും. പിന്നെ നമുക്ക് 5 ഇപ്പുറത്തേക്ക് ഇടാനില്ല. പിന്നെ ഒരു 4 4ഉം 1ഉം വരും. പിന്നെ 1ഉം 4ഉം ഇടാം നമുക്കിവിടെ. അതേപോലെ തന്നെ നമുക്ക് 3ഉം 2ഉം ഇടാം. പിന്നെ നമുക്ക് 2ഉം 3ഉം ഇടാം. അപ്പോൾ നമുക്ക് മൊത്തം 5 സംഖ്യകളാണ് കിട്ടുക. കറക്റ്റ് ആൻസർ 5. ഒരു സംഖ്യയുടെ 35% എന്നത് അതേ സംഖ്യയുടെ 50%-ത്തേക്കാൾ 12 കുറവാണ് എങ്കിൽ സംഖ്യ എത്ര? ഒരു സംഖ്യയുടെ 35% അതേ സംഖ്യയുടെ 50%-ത്തേക്കാൾ 12 കുറവാണ്. അപ്പോൾ 50ൻ്റെയും 35%-ൻ്റെയും ഡിഫറൻസ് ആണ്. 50ൻ്റെയും 35%-ൻ്റെയും ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എത്ര വരും? 15%. 15% ഏത് വരിക? 12 വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും 5% നമുക്കറിയാം. 5% എന്ന് പറയുമ്പോൾ 15% 12 ആണെങ്കിൽ 5% എന്ന് പറയുന്നത് എത്ര വരും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 വരും. 5% 4 ആകുമ്പോൾ 10% 8 10% എന്ന് പറയുന്നത് 8 100% എന്ന് പറയുന്നത് നമ്പറായി. 100% എന്ന് പറയുമ്പോൾ
80 മാറും. കറക്റ്റ് ആൻസർ 80 ആണ് കറക്റ്റ് ആൻസർ. ചുവടെയുള്ള ഓരോ ചിത്രത്തിലും ഒരു സംഖ്യ വിട്ടുപോയിരിക്കുന്നു. ഈ സംഖ്യകൾ ഒരു പാറ്റേൺ സ്വീകരിക്കുന്നു എങ്കിൽ വിട്ടുപോയ സംഖ്യ ഏതെന്നുള്ള ചോദ്യം. ഇവിടെ 567, 189 വന്നിട്ടുണ്ട്, 63 ഈ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. നമുക്ക് 183 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 3 27 ബാക്കി 2 വീട്ടിൽ 4 2 26 ബാക്കി 2 1 3 2 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഇവിടെ ഈ 63 ഇതും തമ്മിൽ 3ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബന്ധമാണുള്ളത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ 21 × 3 ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് 2 9 7 5 5 4 എന്നുള്ള ഓപ്ഷൻ വന്നിരിക്കും. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 2ൻ്റെ ഡബിൾ 5 ആണ്. ഈ 2 4 1 5. അതേപോലെ തന്നെ 4ൻ്റെ ഡബിൾ 24 8 1 9, 23 6 1 7. അപ്പോൾ 25 10 1 11 ആണ് ആൻസർ. ഇവിടെ എന്ത് വരിക 11 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് നമുക്ക് ഇവിടെ ട്രയാങ്കിളിൻ്റെ നമ്പേഴ്സ് ഉണ്ട്. 4 32 5 37, 6 42 8 50 വരണം. ഇവിടെ കറക്റ്റ് ആൻസർ 50 ആയിരിക്കും. 8 47 47 ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ആൻസർ അതാണ്. നമ്പേഴ്സിൻ്റെ ഒരു പാറ്റേൺ ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. 21ലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ട്, നമ്പർ 98ലേക്ക് മാപ്പ് ചെയ്യണം. അപ്പം തീർച്ചയായിട്ടും വലിയ നമ്പറിലേക്ക് സ്ക്വയേഴ്സിൻ്റെ സമ്മാണ്. എന്നാലും 16 16 4 20 1 21 സ്ക്വയേഴ്സിൻ്റെ സമ്മാണ്. 5 25 25 9 34 34 64 വരും സ്ക്വയർ. അപ്പോൾ 98 വരും. സ്വാഭാവികമായിട്ടും 6 സ്ക്വയർ + 7 സ്ക്വയർ + 3 സ്ക്വയർ ആണ് കറക്റ്റ് ആൻസർ. 94 ആണ് കറക്റ്റ് ആൻസർ വരിക. ഇവിടെ നമുക്ക് കാണാം 3 6 9 8 17 സമ്മ് 17 ആണ്. ഇവിടെ 5 8 13 4 സമ്മ് 17 ആണ്. 4 7 11 6 സമ്മ് 17ലേക്ക് പോകും. കറക്റ്റ് ആൻസർ 6 ആണ്. ഇവിടെ എൻ്റെ നമ്പർ നമുക്ക് നോക്കാം 1 ആണ്. ഡിൻ്റെ നമ്പർ എത്രയാണ് 4 ആണ്. എച്ചിൻ്റെ നമ്പർ എത്രയാണ് 8 ആണ്. 1 3 4 4 4 8. എഫ് 6 ആണ്. 6ഉം 6 3 9ലേക്ക് വരുന്നുണ്ട്. അതേമാതിരി 9ഉം 4ഉം 13ലേക്ക് വരുന്നുണ്ട്. അപ്പോൾ 1 + 3 + 4. അപ്പോൾ കെ എന്ന് പറയുമ്പോൾ കെ 1 11 ആയിരുന്നു. 11ഉം 3ഉം 14 ആയിട്ടുണ്ട്. 14 4 18 ആയിട്ടുണ്ട്. 18ാമത്തെ ലെറ്റർ വരികയാണ് 6 ആണ് 18ാമത്തെ ലെറ്റർ വരിക. ഈ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സം ഡിവൈഡ് ബൈ 6 9 ആണ്. 31 23 ആഡ് ചെയ്യുമ്പോൾ 54 8 54/9 6 കിട്ടും. 64 44 വരുമ്പോൾ 108 കിട്ടും. 108/9 എന്ന് പറയുമ്പോൾ ഡിവൈഡ് ബൈ 9 നിന്ന് 12 കിട്ടും. അപ്പോൾ 94ഉം 86ഉം ആഡ് ചെയ്യുക. 94 86ഉം ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടും. 180/9 പറയുമ്പോൾ 20 കിട്ടും. കറക്റ്റ് ആൻസർ 20 ആണ് കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യനിൽ നോക്കുക 12 10 60 ആണ്. 12 × 5 12 ഇതിൻ്റെ ഹാഫ് എടുക്കുക. 12 × 5 എന്തായിട്ട് 60 വരും. ഇവിടെ 11 × ഇതിൻ്റെ ഹാഫ് എടുക്കുക. അപ്പോൾ 11 × 9 99 വരും. ഇവിടെ 9 × 8 ആണ് 72. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഹാഫ് എടുക്കണമെങ്കിൽ 16 വരണം. കറക്റ്റ് ആൻസർ 16 ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് ഈ സീക്വൻസ് ഇതിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ സീക്വൻസ് ഇതിലേക്ക് പോകുന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ ഈ സീക്വൻസ് സർക്കിളും ഈ കറക്റ്റ് റൊട്ടേഷൻ ഒരു 45 റൊട്ടേഷനാണ്, ഒരു 90 ഡിഗ്രി റൊട്ടേഷനാണ്. നമ്മൾ ഇവിടെ ഇങ്ങോട്ട് 90 ഡിഗ്രി റൊട്ടേഷനാണ് കാണുന്നത്. ഇവിടെ നമ്മൾ ഇതും ഒരു 90 ഡിഗ്രി റൊട്ടേഷനാണ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ഈ വര ഇവിടേക്ക് വരണം, ഇവിടേക്ക് ഈ വര ഇവിടേക്ക് വരണം. ആ വര ഇവിടേക്ക് വരുന്ന ഒരു ഫിഗർ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ക്യാൻസറായിട്ട് ചൂസ് ചെയ്യാം. ഈ പിക്ചറിൽ നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യുമ്പോൾ കാണുന്നത് നമുക്ക് ഈ ഒരു ഡയഗണൽ ഇൻ്റർചേഞ്ച് ചെയ്ത് കാണാനുണ്ട്. ഈ ഡയഗണൽ ഇൻ്റർചേഞ്ച് ചെയ്യുക മാത്രമല്ല എലമെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അൾട്രായിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം നമുക്ക് എന്ത് ചെയ്യണം, ഇൻ്റർചേഞ്ച് ചെയ്യണം, ഡയഗണൽ അങ്ങോട്ടും ഇങ്ങോട്ടും അൾട്രാവും ചെയ്യണം. അങ്ങനെയുള്ളൊരു ഫിഗർ നമുക്കിതിൽ കാണുന്നത് ഈ ഒരു ഫിഗർ മാത്രമാണ്. അപ്പോൾ ഇത് നമുക്ക് ആൻസറായിട്ട് എടുക്കാം. ഈ ഒരു ഫിഗറിൽ ഇവിടെ നമുക്ക് 1 ഉള്ളത് നമുക്ക് 2 കൂടി 3 ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കുള്ളത് 5 2 കൂടി 7 ആവണം. 5 2 കൂടി 7 ആകുന്ന പിക്ചർ എന്നുള്ളത് ഈ പിക്ചറിലാണ് നമുക്ക് 7 ആകുന്നത്. അതേപോലെ തന്നെ ഇവിടെ 5 ഉള്ളത് നമുക്ക് 4 ആയിട്ടുണ്ട്. 3 ഉള്ളത് നമുക്ക് 2 ആയിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ആൻസർ ഇതാണ്. ഈ ഒരു ആൻസറിൽ നമുക്ക് ഈ ഒരു പാറ്റേൺ ഡബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഇവിടെ ഡബിൾ ആവുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. നമുക്ക് കറക്റ്റ് ആൻസർ ഇതാണ്.
ഇവിടെ നമുക്ക് ഈ ഒരു പാറ്റേണിൻ്റെ പോർഷൻ ഇവിടെ കട്ടാക്കിയിട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പോർഷൻ ഷെയ്ഡ് ചെയ്തിട്ടൊരു ഫിഗർ ഉണ്ടാവും. അതാണ് കറക്റ്റ് ആൻസർ നമുക്ക് പറയാം. ഇതിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട് ചോദ്യം. ട്രയാങ്കിൾസ് എന്ന് പറയുമ്പോൾ ചെറുത് ട്രയാങ്കിൾസ് 1 2 3 4 5 ട്രയാങ്കിൾസ് തീർച്ചയായിട്ടും 5 ഉണ്ടാവും. പിന്നെ ഇതിൽ വലിയ ട്രയാങ്കിൾസ് നമുക്ക് കാണാൻ പറ്റും. വലിയ ട്രയാങ്കിൾസ് എന്ന് പറയുമ്പോൾ ഈ ഒരു സൈഡ് ബൈസ് ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ ഉണ്ടാവും. ഈ ഒരു സൈഡ് ബൈസ് ആയിട്ടുള്ള ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒന്ന്. അങ്ങനെ ഇങ്ങനത്തെ സൈഡ് എത്ര ഉണ്ട് നോക്കണം. അതൊക്കെ ബൈസായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു വര വരയ്ക്കുമ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഒരു വര, ഇവിടെ ഒരു വര, ഇവിടെ ഒരു വര, ഇവിടെ ഒരു വര, ഇവിടെ ഒരു വര. ഈ ഉള്ളിലുള്ള പെൻറ്റഗൺ ഉണ്ടല്ലോ, ഈ പെൻറ്റഗണിൽ 5 വരകളുണ്ട്. ഈ 5 വരകളിലും എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഓരോ വരകളും കിട്ടും. ഈ ഓരോ വരകളിലും ബേസായിട്ടുള്ള ഓരോ ട്രയാങ്കിൾ കിട്ടും. ഓരോ വരകളും ബേസായിട്ടുള്ള ട്രയാങ്കിൾ കിട്ടും. ഓരോ വരകളും ബേസായിട്ടുള്ള ട്രയാങ്കിൾ കിട്ടും. അപ്പോൾ 5 ട്രയാങ്കിൾ ഉള്ളിൽ കിട്ടും. അപ്പോൾ 5 5 10 ട്രയാങ്കിൾസാണ് ഈ ഫിഗറിൽ ഉണ്ടാവുക. ഇതിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് 1 2 3 4 പിന്നെ ഒരു ഔട്ടർ ട്രയാങ്കിളുള്ളൂ. അത്ര 5 ട്രയാങ്കിൾസാണ് ഇതിൽ ഉണ്ടാവുക. ഒരു ദർപ്പണത്തിൽ നോക്കിയപ്പോൾ ഒരു ക്ലോക്കിലെ സമയം 5:30 എന്നാണ്. അപ്പോൾ നമുക്ക് സാധാരണ ചെയ്യൽ 12 എന്ന് കഴിക്കലാണ്. 12 എന്ന് കഴിക്കാൻ 11:60 എന്ന് കഴിക്കുക. 11:60 എന്ത് കഴിക്കണം? 5:30 കഴിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് 30 കിട്ടും. 6:30 സമയം കിട്ടും. കറക്റ്റ് ആൻസർ 6:30 ആണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ മലയാളം എന്ന വാക്കിൻ്റെ ശരിയായ ദർപ്പണം ഏതാണെന്നുള്ള ചോദ്യം. കറക്റ്റായിട്ട് നോക്കിയാൽ മനസ്സിലാവുന്നൊരു ക്വസ്റ്റ്യനാണ്. 2 തരം ഇമേജുകളുണ്ട്. ഒന്ന് മിറർ ഇമേജ് ഉണ്ട്. അത് മിറർ ഇമേജ് എന്ന് പറയുന്നത് ഇപ്പോൾ L നിൽക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് മിറർ ഇമേജിൽ L അങ്ങനെ നിൽക്കും. പിന്നെ ഒന്ന് വാട്ടർ ഇമേജ് ഉണ്ട്. വാട്ടർ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ ഇമേജ് എന്ന് പറഞ്ഞാൽ വാട്ടറിൽ നോക്കണ മാതിരി ഇമേജാണ്. അത് ഈ ഇമേജാണ് L-ലുണ്ടാവുക. അപ്പോൾ 2 ഇമേജിൽ പഠിച്ചിരിക്കണം. ഒന്ന് മിറർ ഇമേജും വാട്ടർ ഇമേജും. ഇവിടെ മിറർ ഇമേജും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ അതാണെന്ന് കിട്ടും.